നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മൂത്ത കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രതിയുമായി ലൈംഗിക വീഴ്ച, മദ്യസൽക്കാരം. മകൾ കൺമുന്നിൽ പീഡനത്തിനിരയാകുന്നത് കണ്ടിട്ടും ഒരക്ഷരം പ്രതികരിച്ചില്ല. വാളയാർ കേസിൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ കേട്ട് ഞെട്ടിപ്പോകുകയാണ്. വാളയാർ പെൺകുട്ടികൾക്ക് നീതി കിട്ടാൻ ആ അമ്മയോടൊപ്പം കേരള സമൂഹം ഉറച്ചു നിന്നു. എന്നാൽ ഈ കേരള സമൂഹം ചതിക്കപ്പെടുകയായിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വാളയാർ കേസിലെ CBI റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിന്റെ ചങ്ക് പൊട്ടുകയാണ്. 2017 കേരളം നടുങ്ങിപ്പോയ വാളയാർ ഇരട്ട കൊലപാതക കേസിൽ പുതിയ കുറ്റപത്രവുമായി CBI രംഗത്ത് വന്നിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കളെയും ഒന്നാം പ്രതിയുമായ ബന്ധുവിനെയും കുറ്റക്കാരായി കണ്ടെത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഒരു ദേശീയ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മാതാപിതാക്കൾ പ്രതികൾക്ക് കൂട്ടുനിന്നു എന്നാണ് CBI കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട വിവരം. വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളിൽ ഒന്നാം പ്രതിയുടെ ലൈംഗിക പീഡനത്തിനിരയായത് അമ്മയുടെയും അച്ഛന്റെയും മനഃപൂർവമായ അനാസ്ഥ കാരണമാണ് എന്ന നിഗമനത്തോടെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും നടത്തിയ നിയമ പോരാട്ടമാണ് കേസ് അന്വേഷണത്തിന് CBIയെ ഇവിടെ എത്തിച്ചത്. എന്നാൽ CBI അന്വേഷണത്തിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ്. എന്താണ് ശരിക്കും വാളയാർ കേസിൽ സംഭവിച്ചിരിക്കുന്നത്? ആ കുട്ടികളെ പീഡനത്തിന് എറിഞ്ഞുകൊടുത്തത് ഈ മാതാപിതാക്കൾ തന്നെയാണോ? കേസ് അട്ടിമറിക്കുകയാണോ? ഇത്തരത്തിൽ പല ചോദ്യങ്ങളാണ് ഇപ്പോൾ വാളയാറിൽ ഉയരുന്നത്. വാളയാർ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട CBI പുറത്തുവിട്ട കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ട്. അത് കേട്ടിട്ടാണ് ചങ്ക് പൊട്ടുന്നത്. ഒരമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമ്മൾ സ്വയം ചോദിച്ചു പോകുന്നത്. CBIയുടെ കുറ്റപത്ര പ്രകാരം വാളയാറിലെ 13 വയസ്സുള്ള പെൺകുട്ടിയെ 2017 ജനുവരി 13-ന് 9 വയസ്സുള്ള സഹോദരിയെ അതേ വർഷം മാർച്ച് 4-നുമാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്നാൽ ഇരുവരും വർഷങ്ങളായി ലൈംഗിക പീഡനത്തിനിരയായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ മുന്നിൽ വെച്ച് അമ്മ ഒന്നാം പ്രതിയായ ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൂത്ത മകളെ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്ത വിവരം അമ്മയ്ക്കറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നതായി ദേശീയ മാധ്യമം വ്യക്തമാക്കിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ പ്രതിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി മദ്യം നൽകി സന്തോഷിപ്പിക്കുമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 2016 ഏപ്രിലിൽ ഒന്നാം പ്രതി മൂത്ത മകളെ പീഡിപ്പിക്കുന്നത് നേരിൽ കണ്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ കുട്ടിയെ ഒന്നാം പ്രതി പീഡിപ്പിക്കുന്നത് അച്ഛൻ കണ്ടതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്നിട്ടും മാതാപിതാക്കൾ കേസിനെ മറച്ചുവെക്കുകയും ഇളയ കുട്ടിയെ പതിവായി പ്രതിയുടെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. മൂത്ത കുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കിയ പ്രതി തന്നെ ഇളയ പെൺകുട്ടിയെയും അതേവിധം ഉപദ്രവിച്ചതായി CBI കുറ്റപത്രത്തിൽ പറയുന്നു. മൂത്ത മകളെ ഒന്നാം പ്രതി പീഡിപ്പിച്ചുവെന്നറിഞ്ഞിട്ടും ഇളയ മകളെയും ഇതേ പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അമ്മ കൂട്ടുനിന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അതിനുവേണ്ടി എറിഞ്ഞുകൊടുത്തു. പ്രതി മദ്യവുമായി വീട്ടിൽ വരുന്നത് അമ്മ പ്രോത്സാഹിപ്പിച്ചു. ഇവരുടെ ഭർത്താവും ഇതിന് കൂട്ടുനിന്നിരുന്നുവെന്നാണ് 2 ആഴ്ച മുൻപ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ CBI പറഞ്ഞത്. കുറ്റപത്രത്തിൽ പറയുന്നത് പ്രകാരം 2016 ഏപ്രിലിൽ ഇളയ മകളെ ഒന്നാം പ്രതി ചൂഷണം ചെയ്യുന്നതിന് അമ്മ സാക്ഷ്യം വഹിച്ചിരുന്നുവെന്നാണ്. 2 ആഴ്ചയ്ക്ക് പിന്നാലെ അച്ഛനും ഇതേ കാഴ്ച കണ്ടു. എന്നിട്ടും മൂത്ത മകളെ ഇതേ പ്രതി ലൈംഗിക ചൂഷണം ചെയ്ത കാര്യം മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല. മാത്രമല്ല പ്രതിയുമായി സൗഹൃദം തുടരുകയും ചെയ്തു. വീട്ടിൽ വന്നു കയറി മക്കളെ ഇത്തരത്തിൽ ഉപദ്രവിച്ച ഒരാളെ മദ്യസൽക്കാരത്തിനു വേണ്ടി എന്തിന് ഈ കുടുംബം ദിനവും വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് CBIയുടെ പ്രധാനപ്പെട്ട ചോദ്യം. മൂത്ത മകൾ മരിച്ചിട്ട് പോലും ഇളയ മകളെ പ്രതിയുടെ വീട്ടിലേക്ക് ദമ്പതികൾ പറഞ്ഞയച്ചു. ഇതെന്തിനു വേണ്ടിയാണ്? മകൾ അപകടത്തിലാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. ചേച്ചിക്ക് സംഭവിച്ചതെല്ലാം ഈ ഇളയ പെൺകുട്ടി കണ്ടിരുന്നുവെന്നും അതിനറിയാമായിരുന്നുവെന്നുമാണ് വിവരങ്ങൾ. 13ഉം 9ഉം വയസ്സായിരുന്നു ഈ പെൺകുട്ടികൾക്കുണ്ടായിരുന്നത്.
വിചാരണ കോടതി പ്രതികളെയെല്ലാം വെറുതെ വിട്ടതിനെ തുടർന്നാണ് കേസ് CBIയിലേക്ക് എത്തുന്നത്. വലിയ നിയമ പോരാട്ടവും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നതിന് ശേഷമാണ് CBIയിലേക്ക് ഈ കേസ് എത്തുന്നത്. മക്കൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി പെൺകുട്ടികളുടെ അമ്മ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. അന്ന് ഇവർക്കൊപ്പം കേരള സമൂഹം നിന്നു, നിലയുറപ്പിച്ചു. അവർക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് പോരാടി. പിന്നീട് ഈ പെൺകുട്ടികളുടെ അമ്മ ധർമ്മടത്ത് പിണറായി വിജയന്റെ നേരെ മത്സരിക്കാനും ഒക്കെ നിന്നിരുന്നു. അന്നൊക്കെ ഇവരോടൊപ്പം കേരള സമൂഹം ഉണ്ടായിരുന്നു. അതേ കേരള സമൂഹത്തെ ഇന്നിവർ വഞ്ചിച്ചിരിക്കുകയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിൽ കേരളം വഞ്ചിക്കപ്പെടുകയായിരുന്നോ വാളയാർ കേസിൽ? ഇപ്പോൾ CPMന്റെ സൈബർ ഗ്രൂപ്പുകളെല്ലാം വാളയാർ കേസിൽ ആ പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പം നിന്ന് എല്ലാവരെയും വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അന്ന് കേരള പോലീസ് കണ്ടെത്തിയതല്ലാതെ CBI പുതിയതായി എന്താണ് കണ്ടെത്തിയതെന്നും അന്നേ ഈ കേസിൽ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന് കേരള പോലീസ് കണ്ടെത്തിയത് പറഞ്ഞിരുന്നതല്ലേ? അന്ന് പോലീസിനെ വേട്ടയാടുകയായിരുന്നില്ലേ ചെയ്തത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളൊക്കെയാണ് CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്നത്. അതായത് വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കൊപ്പം നിന്നതിനെ പരിഹസിക്കുകയാണ് ഈ CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ. എന്നാൽ ഈ സൈബർ ഗ്രൂപ്പുകളോടും CPMനോടും ചോദിക്കാനുള്ളത്, വാളയാർ കേസിൽ അന്ന് പോലീസിന്റെ ഭാഗം എന്തായിരുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലതും വിഴുങ്ങിയും പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായിരുന്നില്ലേ അന്നും നിങ്ങൾ നടത്തിയത്? പ്രതികളുടെ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നുവെങ്കിൽ ആ തരത്തിലുള്ള ശക്തമായ നീക്കം എന്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല? അപ്പോഴും പോലീസ് ശ്രമിച്ചത്, അതായത് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നുവെന്ന് പോലീസിന് വ്യക്തമായിട്ടും പോലീസ് ചെയ്തതെന്താണ്? പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ്. കാരണം അന്ന് വാളയാർ കേസിൽ ഉൾപ്പെട്ടിരുന്നത് DYFIയുടെ പ്രവർത്തകരായിരുന്നു. DYFIയിൽ ഉണ്ടായിരുന്ന പലരുമാണ് വാളയാർ പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കിയ കേസിൽ ഉൾപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. കേസിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നു എന്ന് അന്നേ വിമർശനം വന്നതാണ്. കേസ് അന്വേഷണത്തിന്റെ പല തെളിവുകളും പോലീസ് നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് വേട്ടക്കാരുടെ ഒപ്പം തന്നെ നിന്ന പോലീസ് പിന്നീടാണ് ഇത് നേരെ ഉൾട്ടയാക്കാൻ ശ്രമിച്ചത്. കാരണം പ്രതികളെ സംരക്ഷിക്കുകയും വേണം, എന്നാൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കുടുക്കുകയും വേണം. അത്തരത്തിലൊരു പ്രതിസന്ധിയിലാണ് പോലീസ് ചെന്ന് വീണത്. പിന്നെ കേരള സമൂഹം പോലീസിനെ അങ്ങേയറ്റം വെറുത്തത് മറ്റൊരു സംഭവത്തിലാണ്. കാരണം 13ഉം 7ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ, അവരെ അങ്ങേയറ്റം മരണപ്പെട്ടിട്ടും അവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഈ കേസ് അന്വേഷിച്ച MJ സോജന്റെ നടപടികൾ. കേരളം അന്ന് ഈ പോലീസുകാരനെതിരെ എത്രയോ തവണ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയതാണ്. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ, ഈ സോജന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കേരളത്തിന് ഒരു തരത്തിലും ദഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല അത്. ഉഭയകക്ഷി സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധമുണ്ടായത് എന്ന്. 11ഉം 7ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾക്ക് ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടും ആ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പോലീസുകാരന്റെ നാവിൽ നിന്ന് വന്ന വാക്കാണ്, ആ പെൺകുട്ടികൾ അവരുടെ സമ്മതത്തോടെ തന്നെയാണ് ഈ ലൈംഗിക ബന്ധം നടന്നത് എന്ന്. എത്ര ചെറിയ കുട്ടികളായിരുന്നു അവർ! 11ഉം 7ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുടെ കാര്യത്തിലാണ് ഈ സോജൻ ഇത്തരത്തിലൊരു വാക്ക് ഈ ഉദ്യോഗസ്ഥന്റെ വായിൽ നിന്ന് വന്നത്. പിന്നെ ആത്മഹത്യ ചെയ്തു എന്ന്, ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണ് സോജനും ശ്രമിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സോജൻ ആദ്യം പറഞ്ഞതും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. എന്താണ് ആത്മഹത്യ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു പ്രായത്തിൽ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. അതും അവർക്ക് കയറ് കെട്ടി അവരുടെ കൈ പോലും എത്താത്ത ഒരു ഭാഗത്ത് കയറുകൊണ്ട് കെട്ടി കുരുക്കിട്ട് ആത്മഹത്യ ചെയ്തു എന്ന്. അത് തൊണ്ട തൊടാതെ എങ്ങനെയാണ് കേരളം അങ്ങ് വിഴുങ്ങേണ്ടത്? പോലീസിന്റെ ഭാഗത്ത് വലിയ പിഴവാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഈ കേസിൽ പങ്കുണ്ടായിരുന്നുവെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പലതും പോലീസിന് മറച്ചുവെക്കേണ്ടി വന്നു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നിട്ടിപ്പോൾ വാളയാറിൽ CBIയെയും അതുപോലെ തന്നെ അന്ന് കേസ് അന്വേഷിച്ച പോലീസുകാരെയും പുകഴ്ത്തുകയാണ് CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ.
ശരിക്കും എന്താണ് വാളയാർ കേസിൽ സംഭവിച്ചിരിക്കുന്നത്? അത് കേരളത്തിന് അറിയേണ്ടതുണ്ട്. കാരണം കേരളം അത്രത്തോളം ആ പെൺകുട്ടികളുടെ നീതിക്ക് വേണ്ടി ആ കുടുംബത്തോടൊപ്പം നിന്നിട്ടുണ്ട്. ആ കുടുംബം കേരള സമൂഹത്തെ ചതിച്ചുവോ, അതോ ആരാണ്, അന്വേഷണം നടത്തിയവരാണോ കേരളത്തെ ചതിച്ചത്? അത് വ്യക്തമായി പുറത്തേക്ക് വരേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.